ഹായ് ഹലോ നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് സൂപ്പർ ടേസ്റ്റി ആയൊരു നെയ്ച്ചോറുമായിട്ടാണ്. അപ്പോൾ നമുക്കതിന് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. വലിയൊരു ക്യാരറ്റ്, 3 പച്ചമുളക്, ഒരു സവാള, ഒരു ചെറിയ തക്കാളി, കറിവേപ്പില. അടുത്ത് നമുക്ക് വേണ്ടുന്നത് വറുത്ത് വെച്ചിരിക്കുന്ന വലിയൊരു സവാള, 2 ക്യാരറ്റ്, കിസ്മിസ്, ഇതെല്ലാം നെയ്യ് വറുത്തതാണ്. അടുത്ത് നമുക്ക് ഉരുളി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായതിന് ശേഷം അതിലേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി വഴണ്ട് വന്നതിന് ശേഷം അടുത്ത് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഇത്രയും കൂടെ നല്ലവണ്ണം വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ഈ പാത്രത്തിന് അളവിൽ നമ്മൾ അരി എടുത്തേക്കുന്നത് അതേ അളവിൽ 2 പാത്രം വെള്ളവും വേണം. 1 കപ്പ് അരിക്ക് 2 പാത്രം വെള്ളം. കളറിനായി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് നമുക്ക് അതൊന്ന് അടച്ച് വെക്കാം, വെള്ളം ഒന്ന് തിളയ്ക്കുന്ന വരെ. ഇത് ഞാൻ അരമണിക്കൂർ കുതിർത്ത അരിയാണ്. വെള്ളം തിളച്ച് നോക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച് അരി ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായി ഒന്ന് ഇളക്കി ഇനി നമുക്കത് അടച്ച് വയ്ക്കാം. ഇനി അത് ഒന്ന് കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്കിതിലോട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നെയ്യ് ഒഴിച്ച് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കത് അടച്ച് വെക്കാം. അടച്ച് കുറച്ച് സമയം കഴിഞ്ഞ് അത് നമ്മൾ എടുത്ത് നല്ല വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കത് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ക്യാരറ്റ്, നമ്മൾ വറുത്ത് വെച്ച സവാള, ഇതെല്ലാം കൂടെ ദമ്മിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിയായ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക.